ഡേ 15 ഓഫ് എഡെക്സ് ലൈഫ് സ്കൂൾ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളെ കുട്ടികളുടെ രക്തം എടുക്കാൻ വേണ്ടിയിട്ട് സുധർമേന്ന് നമ്മളെ ടീം വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ രക്തം അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് പോയിട്ട് ആദ്യം കാണാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കൾച്ചറലിസ്റ്റ്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഗെയിംസ്, അങ്ങനെ ഇവൻറ്റ്സ് ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങോട്ടാണ് മുസ്തഫ? ചോരക്കളി. ചോരക്കളി. എൻ്റെ ചോര എടുത്തോ? എടുക്കും. എത്ര ലിറ്റർ എടുക്കും? എത്ര വേണമെങ്കിൽ എടുക്കാം. വ്ളോഗാണ് കേട്ടോ. ഇവിടെ അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ രക്തം എടുക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷുഗർ, അതുപോലെ കൊളസ്ട്രോൾ, അവരുടെ ന്യൂട്രീഷൻ പ്ലാൻസ് അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രക്തം എടുത്തിട്ട് നാളത്തേക്കായിരിക്കും റിസൾട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവരൊക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷം പ്രോപ്പറായിട്ട് ഡേറ്റ് എങ്ങനെ കൊണ്ടുപോകണം, അതുപോലെ തന്നെ ഏത് ഫുഡ് കഴിക്കണം, അവർക്ക് ഏതാണ് അളവ് കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവരെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാറേ, ഇപ്പം അവർ ഏതൊക്കെ രക്തമാണ് കഴിക്കണേ സാർ? അപ്പോൾ അവരുടെ ഇന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഹീമോഗ്ലോബിൻ, പിന്നെ ടോട്ടൽ WBC കൗണ്ട്, RBC കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട്, പിന്നെ ഇതിൽ സെൽസ് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കും. WBC, പിന്നെ അതിൻ്റെ പോളിമോർസ്, ലിംഫോസൈറ്റ്സ്, അങ്ങനെ ഡിഫറൻറ്റ് ചെയ്ത് നോക്കും. പിന്നെ ബ്ലഡ് ഷുഗർ നോക്കുന്നുണ്ട്, കൊളസ്ട്രോൾ നോക്കുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് നാളെ കിട്ടുന്നുണ്ടായിരിക്കാം. നാളെ റിസൾട്ട് റെഡി ആയിട്ട് വിളിക്കും. ഓക്കെ, അപ്പം നാളത്തേക്കാണ് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക കേട്ടോ. പറയണോ? ഓക്കെ. നമ്മുടെ ഒന്നാമത്തെ റൗണ്ടായ ക്വിസ് മത്സരം അവസാനിച്ചിരിക്കുന്നു. ജയിച്ചത് ടീം ബി. സമ്മാനം കഴിഞ്ഞ സമ്മാനം ലാസ്റ്റ് വെള്ളി കൊടുത്ത സമ്മാനദാനം ഉണ്ട്. ഇതൊക്കെ നാട്ടിൽ പോയാല് ശ്രീപതി കൈവിടാ. മേത്തോടെ കേട്ടോ. ഒപ്പം നിൽക്കണു എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞില്ലേ? അവിടെ പോയി കഴി. ഇവിടുത്തെ മക്കളൊക്കെ കണ്ട് പഠിക്കൂ. ഇത് വിട്. ഏത് കാതറേ? നിങ്ങൾക്ക് എന്താ? ഞാൻ കുറച്ച് അപ്പുറത്തുള്ള സ്ഥലമുണ്ട്. ഇങ്ങോട്ട് എന്തിനാ പറയേണ്ട ആവശ്യം? പാർക്കല്ലേ, പാർക്കിൽ ഒരാളോടൊക്കെ ചോദിക്കില്ല നിങ്ങളെ പണി. അതിന് നടക്കൂലട്ടോ. നിങ്ങൾക്ക് ഏതാ? എന്താണ് നിങ്ങളാരാ? അപ്പൊ ഞാൻ അത് ആദ്യം സത്യം പപ്പിച്ചിട്ടോ. ബുക്ക് വെച്ചാണ്ട് ഒരു ബുക്ക് കൊടുത്താണ്ട് സത്യം മാത്രമേ പറയാം. അടുത്ത കേസ് എന്താ? അടുത്ത കേസ് കേരളത്തിൽ വെച്ചിട്ട് കൊടുക്കാതെ പോയതിന്റെ പേരിലുള്ള കേസാണ്. ശ്രീമാൻ പ്രകാശനാണ് അതിന് പ്രതിയായിട്ട് വരുന്നത്, നമ്മളെ വിറ്റ്നസായിട്ട് വരുന്നത്. കമ്പനിയുടെ ഓണറാണ്. ആദ്യം സത്യം പപ്പിച്ചോ രണ്ട് ടീമിനോ. ലക്കി കമ്പനിയുടെ ഓണറായ ഞാൻ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ.
വക്കീലെ ഞാനും സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. അയാളേതാ? ഇതിനു മുമ്പ് ആരെങ്കിലും വന്നിട്ട് കള്ളം പറഞ്ഞു? ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ചെയ്യേണ്ടത് കടമയാണിത്, കോടതിയുടെ റൂളാണ്. അത് പാലിക്കണ്ടേ? സൈലൻസ്. സാറുണ്ടല്ലോ ഇവിടെ. ഈ ആശാരി ചുറ്റി കൊണ്ടിട്ട് തന്നെ തൽക്കാലം ബന്ധു വെക്കാം. അടുത്തതായി എനിക്ക് സാർ, എനിക്ക് ബഹുമാനപ്പെട്ട ലക്കി കമ്പനിയുടെ ഓണറായ വിസ്തരിക്കാനുള്ള അനുമതി നൽകണം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ പ്രകാശ് നാളെ ചോദ്യം ചെയ്യണം. ആള് വെറുതെ ഞങ്ങളെ കമ്പനി. മിസ്റ്റർ ഓണർ, എനിക്കും ഒരു ഡൗട്ട്, ഞാൻ ചോദിക്കട്ടെ? ചോദിക്കണേ. ഈ ആരാ? അല്ല, ഞാൻ അടുത്ത കേസ് കള്ളുടിയാൻ ബാറ് തച്ചു വിളിച്ച്. അത് അടുത്ത കേസല്ലേ? അല്ല, സാർ, ആര് ക്വസ്റ്റ്യൻ ചെയ്യണം? ആദ്യം ചെയ്യണം. നിങ്ങൾ ചെയ്തോളൂ. ഞാൻ ആദ്യം പറഞ്ഞു. എന്താ സഹോദര, നമുക്ക് ഈ യുദ്ധം വേണോ? വേണം, യുദ്ധം വേണമോ? എന്താ സഹോദര പറയുന്നേ? നമ്മുടെ അമ്മയെ വിഷമിച്ച ദിവസമാണ് ഈ യുദ്ധം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ തളരുന്നു ഭീമ. എനിക്കെതിരെ ഉള്ളത് അനുജന്മാരും കൊടുക്കുക. എനിക്ക് എങ്ങനെ സാധിക്കും? നിനക്ക് സാധിക്കണം. നിന്റെ പിന്നിൽ ഞാനില്ലേ ഭീമ. വാ. തുടങ്ങിക്കോ. എന്റെ കയ്യിൽ അർജുന, ഇന്ന് നമ്മളിൽ ആരാണെന്ന് നമ്മൾ അറിയും. നമ്മളിൽ ആരാണെന്ന് വലുതെന്ന് നമുക്ക് അറിയാം. ഇത് എങ്ങനെയൊക്കെയാണെന്ന് യുദ്ധത്തിൽ തീരുമാനിക്കാം. എനിക്ക് ധൈര്യം തരും കൃഷ്ണ. ജീവിതത്തിൽ 3 കാര്യങ്ങൾ മറക്കരുത്: ധൈര്യം, ധർമ്മം, വിശ്വാസം. ധർമ്മത്തിന് വേണ്ടി ഞാൻ പോരാടും കൃഷ്ണ. ഞാൻ തളരത്തില്ല. പേടിക്കരുത്. നമ്മുടെ അമ്മയുടെ കണ്ണുനീരാണ്. ഈ യുദ്ധം നടക്കുക തന്നെ ചെയ്യും. പാണ്ഡവന്മാർ പേടിച്ചു. നീ കവിയോ അതോ യോദ്ധാവോ? ഞാൻ യോദ്ധാവ് തന്നെ. അല്ല, മാളിക കെട്ട നിനക്കായി ഞാൻ തിരികെ വരുമോ നീ. ഇത് ഗൈസ് ഷാഹിൻ സാർ എന്നാണ് പേര്. ഐഡിയയിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സബ്ജക്റ്റ് മാത്രം അല്ലേ, എക്കണോമിക്സ്. അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞു. പിന്നെ കുറേ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നെസ്ലെ, അതുപോലെ തന്നെ KPMG. ഇപ്പോൾ ഐഡിയലിൻ്റെ നമ്മുടെ മലപ്പുറം അവിടെ കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്ന സാറാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളും ലീഡ് തന്നെയാണ് പഠിച്ചത്. കാരണം ഇതാണ് ഇന്നത്തെ കറണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ കയ്യിൽ അറിയില്ല. നല്ല രീതിയിൽ എന്ത് ചെയ്യണം, സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളെ സ്കില്ല് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ഒരാൾ വേ ഓഫ് തിങ്കിങ് കാണിച്ചു തരുന്നുള്ളൂ,
അല്ലെ വേറെ ടീച്ചിങ് എന്താണ് ചെയ്യുന്നതിൽ മാത്രമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ സെൽഫായിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ചെയ്യും എന്നെങ്കിലും മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ? സെൽഫ് അല്ലാതെ രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സോട്ട് അനാലിസിസ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഒരു കൺസെപ്റ്റിന്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം, വീക്ക്നെസ് അനലൈസ് ചെയ്യാം, ഓപ്പർച്യൂണിറ്റീസ് അനലൈസ് ചെയ്യാം, ത്രെഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? എന്താ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തൊരു മനുഷ്യൻ ഏറ്റവും വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ചിലർക്ക് കമ്മ്യൂണിറ്റി സ്കിൽ ആയിരിക്കും അല്ലേ? ചിലർക്ക് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും, പ്രാക്ടിക്കൽ തിങ്കിങ് ആയിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? വേറെ എന്തെങ്കിലും സ്കിൽ ഉണ്ടോ? വേറെ ഏതെങ്കിലും വേറെ സ്കില്ലുണ്ടോ? പ്രാക്ടിക്കൽ തിങ്കിങ് അങ്ങനെയല്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽ പിന്നെ ലീഡർഷിപ്പ് പിന്നെ പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ ഹാൻഡ് മൂവ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് ഇന്റർവ്യൂസിൽ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കുഴപ്പമില്ല. പക്ഷെ ഓവറായിട്ട് എന്ത് ചെയ്യരുത്, പല ഭാഗങ്ങളും ബോഡി ലാംഗ്വേജ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഈ ഹാൻഡ് മൂവ്മെന്റ് കുഴപ്പമില്ല, ഇന്റർവ്യൂവിന്റെ സമയത്താണെങ്കിൽ പോലും ഈ ഹാൻഡ് മൂവ്മെന്റ് കുഴപ്പമില്ല. ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കൂലേ, മനസ്സിലായി? ചോദ്യം മൂന്നാമത് ചോദ്യം വരില്ല. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീലായി ഞാൻ ചിന്തിക്കാൻ അതിന്റെ ആവശ്യമുണ്ടോ? അത് നമുക്ക് ആൻസർ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലത്തെ എല്ലാ പ്രോബ്ലംസും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതുപോലത്തെ എക്സ്പോഷർ ഇപ്പൊ ഈ ഒരു ഇവന്റ്സിൽ എപ്പോ പോയാലും ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രൈറ്റീരിയ വെക്കാറുണ്ട്. അവർ GD-നൊക്കെ ഒരു ടോപ്പിക് ഇട്ട് തരും, ഏതെങ്കിലും ടോപ്പിക് ഇട്ട് തരും. അപ്പൊ അവർ ഏറ്റവും ക്യാച്ചിന് ആരാണ്, ഫസ്റ്റ് ആരാണ് പ്രയോറൈസ്ഡ് ആയിട്ടുള്ള ആൻസർ ചെയ്തത്, ഏറ്റവും ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും, ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത ആൾക്കാർ അല്ലെ? GD-യിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടോപ്പിക് ഇട്ട് കറണ്ട്